നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. അക്ഷരങ്ങൾ അറിവിന്റെ സമരായുധങ്ങളാക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി. ജില്ലാതല വായനാ ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ 45ാം ആലപ്പുഴ ജില്ലാ സമ്മേളനം NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ചു. പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ പ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ICU കിടക്കകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. ICU കിടക്കകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് HSLM MLA ആരോഗ്യവകുപ്പിന് അയച്ച കത്തിന്റെ അടിസ്ഥാനത്തിലാണ് കിടക്കകളുടെ എണ്ണം വർദ്ധിപ്പിച്ചത്. അമ്പലപ്പുഴ PK മെമ്മോറിയൽ ഗ്രന്ഥശാലയിൽ വായനാ പക്ഷാചാരണത്തിന് തുടക്കമായി. HSLM MLA PN പണിക്കർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. PN പണിക്കർ സ്മാരക LP സ്കൂളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. അക്ഷരങ്ങൾ അറിവിന്റെ സമരായുധങ്ങളാക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി അഭിപ്രായപ്പെട്ടു. ജില്ലാതല വായനാ ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കെ ജി രാജേശ്വരി. ചേർത്തല SN കോളേജിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. അക്ഷരങ്ങൾ അറിവിന്റെ സമരായുധങ്ങളാക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി അഭിപ്രായപ്പെട്ടു. വായനാ ദിനാഘോഷത്തിന്റെയും വായന പക്ഷാചാരണത്തിന്റെയും ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. പണിക്കര് സാറിൻ്റെ ഓർമ്മ പുതുക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട പ്രതിജ്ഞയും അതുതന്നെയാണ്. ഞങ്ങൾ ഇന്നലെ വരെ വായിച്ചില്ല, പക്ഷെ നാളെ തൊട്ട് ഞങ്ങൾ ഒരു പുസ്തകത്തിൻ്റെ കുറച്ച് വരെയെങ്കിലും വായിച്ചു വയ്ക്കും. ആ പുസ്തകം മടക്കി വയ്ക്കുന്നതൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, കുറച്ച് വായിച്ചിട്ട് ഇങ്ങനെ ഒരു മടക്ക് വയ്ക്കുക. നമ്മളൊരു പുസ്തകം വായിക്കാൻ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ ഇത് ഒത്തിരി പേര് വായിച്ചാണ്, കാരണം ഒത്തിരി മടക്കുകൾ ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ വായനയുടെ ലോകത്തേക്ക് നിങ്ങൾ കടന്നു വരാൻ ഇത്തരത്തിലുള്ള പരിപാടികൾ പ്രയോജനപ്രദമാവട്ടെ എന്ന് മാത്രം ചുരുങ്ങിയ വാക്കിൽ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഓരോ വായനയും മനുഷ്യന് പുതിയ ലോകമാണ് സമ്മാനിക്കുന്നത്. മികച്ച മനുഷ്യനാകാൻ ലക്ഷ്യബോധമുള്ള വായന അനിവാര്യമാണ്. അറിവിന്റെ തെരഞ്ഞെടുപ്പുകൾക്ക് പ്രാധാന്യമുള്ള കാലഘട്ടമാണിപ്പോൾ. പുസ്തകങ്ങളുടെ തെരഞ്ഞെടുപ്പ് മികച്ചതായാൽ മികച്ച പൗരന്മാരാകാമെന്നും യുവതലമുറ വായനയുടെ മഹത്വം മനസ്സിലാക്കി മാസത്തിൽ ഒരു പുസ്തകമെങ്കിലും വായിക്കാൻ ശ്രമിക്കണമെന്നും കെ ജി രാജേശ്വരി കൂട്ടിച്ചേർത്തു. ചേർത്തല SN കോളേജിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VG മോഹനൻ അധ്യക്ഷത വഹിച്ചു. കഥാകൃത്ത് K രേഖ മുഖ്യാതിഥിയായി. ADM ആശാ C എബ്രഹാം വായനാ ദിന സന്ദേശം നൽകി. SN കോളേജ് ചേർത്തല പ്രിൻസിപ്പൽ ഡോക്ടർ TP ബിന്ദു മുഖ്യ പ്രഭാഷണം നടത്തി. SN കോളേജ് ചേർത്തല റിട്ടയർഡ് മലയാള വിഭാഗം മേധാവി MV കൃഷ്ണമൂർത്തി, K രേഖ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുദർശനബായി, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KS സുമേഷ്, സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KV രതീഷ്, അസിസ്റ്റന്റ് എഡിറ്റർ TA യാസിർ, SN കോളേജ് മലയാള വിഭാഗം മേധാവി TR രതീഷ്, കോളേജ് യൂണിയൻ മുൻ ചെയർപേഴ്സൺ ഗ്രീഷ്മ കേളോത്ത്, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ PS സജിമോൻ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷന്റെ 45ാം ആലപ്പുഴ ജില്ലാ സമ്മേളനം NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ചു. പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ പ്രസാദ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ 45ാം ആലപ്പുഴ ജില്ലാ സമ്മേളനം NGO യൂണിയൻ ഹാളിലെ T അനൂപ് നഗറിൽ നടന്നു. പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ പ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആ പ്രശ്നങ്ങളിൽ ആരെ അഡ്രസ് ചെയ്യാൻ പര്യാപ്തമായിട്ടുള്ള പരിപക്വമായ ഒരു സംഘടന, അതാണ് അഭികാമ്യമായിട്ടുള്ളത്. ആ നിലയിലാണ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ പ്രവർത്തിക്കുന്നത്. ഇതിന്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കും ആ നദിക്ക് കൂടി ആ നിലയിൽ ആശംസിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അതിൽ ചർച്ച ചെയ്തു പോകുന്നുണ്ട്. ആ എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്തു പോകാനനുസരിച്ച് നമ്മളിപ്പോൾ നിൽക്കുന്നതിന് ഭീതിജനകമായ ഒരു ലോകാന്തരീക്ഷത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ദൈനംദിനമെന്നോണം പത്രം എടുക്കുമ്പോഴും അതുപോലെ തന്നെ ജീവിതത്തിലൂടെ ചാനലുകൾ തുറക്കുമ്പോഴും തന്നെ ഭയാനകമായുള്ള വാർത്തകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആകാശത്തിൽ കൂടി ഉൾക്കകൾ പറയാൻ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് G ഗോപകുമാർ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷനായി. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് T സജുകുമാർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി K സന്തോഷ് കുമാർ, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ S അശോക് കുമാർ, സംസ്ഥാന സെക്രട്ടറിമാരായ PD പ്രസാദ്, G ബൈജു, വിമുക്തി മാനേജർ EP സിബി, S ശ്രീജിത്ത്, S സതീഷ്, V ബെന്നിമോൻ, KR രാജീവ്, P വിനയകുമാർ എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ ഉപാധ്യക്ഷൻ R ജയദേവ് രക്തസാക്ഷി പ്രമേയവും അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അനുശോചന പ്രമേയവും ജില്ലാ ട്രഷറർ PH പ്രവീൺ കുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി PD കലേഷ് യോഗത്തിന് സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി V അരുൺ നന്ദിയും പറഞ്ഞു.
ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി അർത്തുങ്കൽ കേന്ദ്രീകരിച്ച് കോസ്റ്റൽ റേഞ്ച് ഓഫീസുകൾ അനുവദിക്കണമെന്നും കുട്ടനാട് റേഞ്ചിനെ വിഭജിച്ച് പുതുതായി എടത്വ റേഞ്ചും ആലപ്പുഴ റേഞ്ചിനെ വിഭജിച്ച് അമ്പലപ്പുഴ റേഞ്ചും ആരംഭിക്കണമെന്നും 45-ാം ആലപ്പുഴ ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ICU കിടക്കകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. ICU കിടക്കകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് HSLM MLA ആരോഗ്യവകുപ്പിന് അയച്ച കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ICU കിടക്കകളുടെ എണ്ണം ഇപ്പോൾ വർദ്ധിപ്പിച്ചത്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ICU കിടക്കകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. നവീകരിച്ച മെഡിസിൻ തീവ്രപരിചരണ വിഭാഗത്തിന്റെ ഉദ്ഘാടനം HSLM MLA നിർവഹിച്ചു. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ICU കിടക്കകളുടെ എണ്ണം ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കുറച്ചു കാലമായി മെഡിസിൻ ICU നേരത്തെ പ്രവർത്തിച്ചിരുന്നത് കേട് വന്നിരിക്കുകയായിരുന്നു. ആ സമയത്ത് മറ്റൊരു ഭാഗത്ത് എമർജൻസി ICU ആയിട്ട് 80 ബെഡുകൾ മെഡിസിൻ വിഭാഗത്തിന് അറേഞ്ച് ചെയ്താണ് പ്രവർത്തിച്ചു പോന്നിരുന്നത്. നിലവിൽ 45 ICU കിടക്കകളാണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. സർജറി ICU, സ്റ്റെപ്പ് ഡൗൺ ICU, ഡ്രോമ ICU, ഐസൊലേഷൻ ICU തുടങ്ങിയ എല്ലാം കൂടി ചേർത്താൽ അത്രയുമായിരുന്നു. ഇപ്പോൾ MD ICUവിലെ തന്നെ മെഡിസിൻ വിഭാഗത്തിൽ 10 പുതിയ കിടക്കകൾ ഉള്ള മെഡിസിൻ ICU ആണിപ്പോൾ 12 ലക്ഷം രൂപ മുടക്കിയിട്ട് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇതുകൂടി വരുന്നതോടുകൂടി 55 ബെഡുകളായി ICU കിടക്കകളുടെ എണ്ണം നമുക്കിപ്പോൾ വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ഉള്ള ICU ബെഡിന് പുറമെയാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് ആശുപത്രി ഇത്രയും ICU ഇപ്പോൾ ബെഡ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ ഉള്ളതിനേക്കാൾ 10 മെഡിസിൻ ICU ബെഡാണ് വർദ്ധിച്ചിരിക്കുന്നത്. നിശ്ചയമായും പലപ്പോഴും നമ്മുടെ ആശുപത്രിയുടെ തിരക്ക് മൂലം ICU പ്രവേശിപ്പിക്കേണ്ടി വരുന്ന രോഗികളുടെ എണ്ണം പലപ്പോഴും വർദ്ധിച്ചു വരാറുണ്ട്. ചില സമയത്തെല്ലാം നമുക്കൊരു പ്രയാസമായി തന്നെ ബെഡിൻ്റെ ഒരു അപര്യാപ്തത. ആശുപത്രിയിലെ മൾട്ടി ഡിസിപ്ലിനറി ICUവിൽ മെഡിസിൻ വിഭാഗത്തിൽ 12 ലക്ഷം രൂപ ചെലവഴിച്ച് 10 കിടക്ക സൗകര്യമാണ് വർദ്ധിപ്പിച്ചത്. സർജറി ICUവിന്റെ അറ്റകുറ്റപ്പണിയും ഇതോടൊപ്പം നടത്തി. MD ICUവിലെ സർജറി, സ്റ്റെപ്പ് ഡൗൺ എന്നീ വിഭാഗങ്ങളിലായി സർജറിയിൽ 16ഉം സ്റ്റെപ്പ് ഡൗണിൽ 9ഉം കിടക്ക സൗകര്യങ്ങളാണ് ഉണ്ടായത്. ഇവിടെ 10 മെഡിസിൻ ICU കൂടി പ്രവർത്തിക്കുന്നതോടെ ഈ വിഭാഗങ്ങളിൽ ആകെ 35ഉം ഐസൊലേഷനിൽ 2ഉം ഉൾപ്പെടെ ആകെ 37 ICU കിടക്ക സൗകര്യങ്ങളാണ് MD ICUവിൽ മാത്രം നിലവിൽ പ്രവർത്തിക്കുക. ഇതിനു പുറമെ നേരത്തെ വാർഡ് 8 ആയി പ്രവർത്തിച്ചിരുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റിയിലേക്ക് മാറ്റിയപ്പോൾ ഇവിടെ 9 കിടക്ക സൗകര്യങ്ങളോടെ എമർജൻസി ICUവും സജ്ജീകരിച്ചിട്ടുണ്ട്. ഒപ്പം ട്രോമ ICUവിൽ 9 കിടക്ക സൗകര്യമാണിപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇതോടെ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലെ ICUവിന് പുറമെ 55 ICU കിടക്കകളായി. ICU കിടക്കകളുടെ സൗകര്യം വർദ്ധിപ്പിച്ചതോടെ അത്യാസന്ന നിലയിലുള്ള രോഗികൾക്ക് അടിയന്തര ചികിത്സ കൂടുതൽ നൽകുന്നതിനും അത്യാസന്ന നിലയിലുള്ള രോഗികളെ മറ്റാശുപത്രികളിലേക്ക് കൊണ്ടുപോകേണ്ടി വരുന്നത് ഒരു പരിധിവരെയെങ്കിലും ഒഴിവാക്കാനും കഴിയുമെന്നും അധികൃതർ പറഞ്ഞു. ICU കിടക്കകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് കാട്ടി HSLM MLA ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നേരത്തെ കത്ത് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവൃത്തികൾ ഇപ്പോൾ പൂർത്തിയാക്കിയത്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ P. പത്മകുമാർ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ A. ഹരികുമാർ, മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ സുരേഷ് രാഘവൻ, MD ICU നോഡൽ ഓഫീസർ ഡോക്ടർ NR സജികുമാർ, ചീഫ് നഴ്സിംഗ് ഓഫീസർ PK ഉഷ, നഴ്സിംഗ് സൂപ്രണ്ടുമാരായ S. മിനി, M. നളിനി, G. ജലജാമ്മ, EG ഷീബ, വിവിധ വിഭാഗങ്ങളിലെ ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. അമ്പലപ്പുഴ PK മെമ്മോറിയൽ ഗ്രന്ഥശാലയിൽ വായനാ പക്ഷാചരണത്തിന് തുടക്കമായി. HSLM MLA PN പണിക്കർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. PN പണിക്കർ സ്മാരക LP സ്കൂളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. PK മെമ്മോറിയൽ ഗ്രന്ഥശാലയുടെ സ്ഥാപകൻ കൂടിയായ PN പണിക്കരുടെ സ്മരണ പുതുക്കി PK മെമ്മോറിയൽ ഗ്രന്ഥശാലയിൽ വായനാ പക്ഷാചരണത്തിന് തുടക്കം കുറിച്ചു. ഗ്രന്ഥശാലയുടെ പ്രഥമ സെക്രട്ടറി എന്ന നിലയിൽ കേരളത്തിലെ ഗ്രന്ഥശാലകളെ ഒരു കുടക്കീഴിൽ കോർത്തിണക്കി സ്ഥാപിച്ച കേരള ഗ്രന്ഥശാല സംഘം പിറവിയെടുത്തതും അമ്പലപ്പുഴ PK മെമ്മോറിയൽ ഗ്രന്ഥശാലയിലായിരുന്നു. വായിച്ചു വളരുക എന്ന മുദ്രാവാക്യവുമായി വീടുകൾ കയറിയിറങ്ങി പുസ്തകങ്ങൾ ശേഖരിച്ചാണ് PN പണിക്കർ അമ്പലപ്പുഴ തെക്കേ നടയിൽ 1 രൂപ വാടക കെട്ടിടത്തിൽ ഗ്രന്ഥശാലയ്ക്ക് തുടക്കമിട്ടത്. ഗ്രന്ഥശാലയുടെ ആദ്യ സെക്രട്ടറി എന്ന നിലയിൽ 1945 ഗ്രന്ഥശാലയ്ക്ക് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തു. വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി PN പണിക്കരുടെ ഛായാചിത്രത്തിന് മുന്നിൽ HSLM MLA തിരിതെളിയിച്ചു.
തുടർന്ന് PN പണിക്കർ അധ്യാപകനായിരുന്ന കിഴക്കേനടയിലെ PN പണിക്കർ സ്മാരക LP സ്കൂളിൽ നടന്ന PN പണിക്കർ അനുസ്മരണ സമ്മേളനവും MLA ഉദ്ഘാടനം ചെയ്തു. അന്ന് അദ്ദേഹം രൂപീകരിക്കപ്പെട്ട 10-40 അത്രയും ഗ്രന്ഥശാലകൾ ചേർന്ന് തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം ഉണ്ടാക്കി. പിന്നീടാണ് കേരളത്തിന്റെ പിറവിക്ക് ശേഷമുള്ള കേരള ഗ്രന്ഥശാല സംഘമായി രൂപാന്തരപ്പെടുകയൊക്കെ ചെയ്തു. അതിനുശേഷമുള്ള കാലം അതെല്ലാം നമ്മുടെ ഒരു ചരിത്രമാണ്. സാക്ഷരതാ ബോർഡിന് മുമ്പ് തന്നെ നിരക്ഷര നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയുള്ള ക്യാമ്പ് പോലെയുള്ള സംവിധാനത്തിന് രൂപം കൊടുക്കുന്നു പണിക്കർ. പിന്നീട് സാക്ഷരതാ മിഷനായിട്ട് മാറി. ഇപ്പോൾ അനൗപചാരികമായ വിദ്യാഭ്യാസ ക്രമം നമ്മുടെ ഒരു ഔദ്യോഗികമായ ഒരു വകുപ്പിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ മാറിയിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് ഗ്രന്ഥശാലകൾ അല്ലെങ്കിൽ വായനയുടെ ലോകം അല്ലെങ്കിൽ പുതിയ വായനാ സംസ്കാരം നമ്മുടെ മലയാളത്തിന് സംഭാവന ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി നിശ്ചയമായും പണിക്കർ സാറാണ് എന്ന് അഭിമാനത്തോടുകൂടി നമ്മൾ അമരപ്പെടുത്താൻ പ്രത്യേകിച്ചും പറയാൻ കഴിയുന്നുമില്ല. പുസ്തകങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച നായകനായിരുന്നു PN പണിക്കരെന്ന് HSLAM MLA അനുസ്മരിച്ചു. ഗ്രന്ഥശാല പ്രസിഡന്റ് KP കൃഷ്ണദാസ് ചടങ്ങിൽ അധ്യക്ഷനായി. രാജാ ശ്രീകുമാർ വർമ്മ PN പണിക്കർ അനുസ്മരണം നടത്തി. ഗ്രന്ഥശാല സെക്രട്ടറി NS ഗോപാലകൃഷ്ണൻ, പഞ്ചായത്ത് അംഗം സുഷമ രാജീവ്, കുഞ്ചൻ നമ്പ്യാർ, സ്മാരക സമിതി വൈസ് ചെയർമാൻ A ഓമനക്കുട്ടൻ, സ്കൂൾ പ്രധാനാധ്യാപിക PR പ്രിയ, AK ദക്ഷിണ, SMC ചെയർപേഴ്സൺ സൂര്യ സുരേന്ദ്രൻ, S മീര എന്നിവർ സംസാരിച്ചു. അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1ാം വർഷ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവവും ഉന്നത വിജയികൾക്കുള്ള അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1ാം വർഷ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവവും +1, +2 ഉന്നത വിജയികൾക്കുള്ള അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. വരവേൽപ്പ് 2025 എന്ന പേരിൽ നടത്തിയ ചടങ്ങ് അമ്പലപ്പുഴ MLA HSLAM ഉദ്ഘാടനം ചെയ്തു. അത് നമ്മുടെ സമൂഹത്തിൽ തീർക്കുന്ന ബുദ്ധിമുട്ടുകൾ അത്രമാത്രം ആഴത്തിലുള്ളതാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിലും അതിനെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു വലിയ മൂവ്മെന്റായി പലപ്പോഴും നമുക്ക് മാറാൻ കഴിയുന്നില്ല എന്നൊരു പ്രയാസമുണ്ട്. അപ്പം അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് അത്തരം ചില കാര്യങ്ങൾ ഗവൺമെന്റ് നിശ്ചയിക്കുകയും വിദ്യാഭ്യാസ വകുപ്പ് അതിൽ പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ളത്. ഇവിടെ അധ്യക്ഷൻ അവസാനം ചെറിയ വാക്കി പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം സ്കൂളിലേക്ക് രക്ഷകർത്താക്കൾ യോഗം വിളിക്കുമ്പോൾ വരുന്നില്ല എന്നൊരു കാര്യമാണ് പറഞ്ഞത്. അത് മിക്കവാറും സ്കൂൾ നോക്കിയാൽ കാണുന്നൊരു പ്രശ്നമാണ്. പലപ്പോഴും PTA മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ജനറൽ ബോഡി യോഗം ഒരു തവണ വിളിക്കുമ്പോൾ കുറച്ച് രക്ഷകർത്താക്കൾ വരും, വളരെ കുറച്ച് പേർ വരും, ഒരു കമ്മിറ്റി എടുക്കുന്ന ആ യോഗത്തിൽ വരും, പിന്നെ ആരും അങ്ങനെ വരുന്ന സ്ഥിതി പ്രയാസമാണ്. അപ്പം ഇങ്ങനെയൊരു കാര്യം പല സ്കൂളിലേക്ക് നമ്മൾ നോക്കിയാൽ കാണാൻ സ്വാഭാവികമായിട്ട് പറ്റും. അപ്പൊ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് ചോദിച്ചാൽ സ്കൂളും നമ്മുടെ കുട്ടികളുടെ അധ്യയനവും അതുമായി ബന്ധപ്പെട്ട ഇങ്ങനെയെല്ലാമുള്ള പ്രശ്നങ്ങൾ പരസ്പരം പറയാൻ കഴിയാത്ത നിലയിലേക്ക് പലപ്പോഴും മാറുന്നു എന്നതുകൊണ്ടാണ്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ PTA പ്രസിഡന്റ് P അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ്, സ്ഥിരം സമിതി അധ്യക്ഷൻ R ജയരാജ്, പഞ്ചായത്ത് അംഗം സുഷമ രാജീവ്, C രാധാകൃഷ്ണൻ, AEO V ഫാൻസി, പ്രധാനാധ്യാപിക P ഇന്ദുലേഖ, M മഹേഷ് എന്നിവർ സംസാരിച്ചു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ KH ഹനീഷ്യ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അക്ഷരങ്ങൾ അറിവിന്റെ സമരായുധങ്ങളാക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി. ജില്ലാതല വായനാ ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ 45ാം ആലപ്പുഴ ജില്ലാ സമ്മേളനം NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ചു. പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ K പ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ICU കിടക്കകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. ICU കിടക്കകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് HSLAM MLA ആരോഗ്യവകുപ്പിന് അയച്ച കത്തിന്റെ അടിസ്ഥാനത്തിലാണ് കിടക്കകളുടെ എണ്ണം വർദ്ധിപ്പിച്ചത്. അമ്പലപ്പുഴ PK മെമ്മോറിയൽ ഗ്രന്ഥശാലയിൽ വായനാ പക്ഷാചാരണത്തിന് തുടക്കമായി. HSLAM MLA PN പണിക്കർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. PN പണിക്കർ സ്മാരക LP സ്കൂളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.